മണലൂരിലെ തോൽവി യു.ഡി.എഫ് ക്യാമ്പിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി പരമ്പരാഗത സീറ്റുകൾ വരെ യു.ഡി.എഫ് സുനാമിയിൽ കടപുഴകി വീണപ്പോൾ മണലൂരിൽ യു.ഡി.എഫ് വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ വെറും 126 വോട്ടുകൾക്കാണ് അവിടെ ടി.എൻ. പ്രതാപൻ CPMന്റെ സി രവീന്ദ്രനാഥിനോട് തോറ്റത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ റീകൗണ്ടിംഗ് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രതാപൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനോട് ടി.എൻ. പ്രതാപൻ പരാജയപ്പെട്ടത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ മണലൂരിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിന്നിരുന്നു. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ ടി.എൻ. പ്രതാപൻ 65,211 വോട്ടുകൾ നേടി. മൂന്നാമതെത്തിയ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 38,125 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുടനീളം വലിയ ആത്മവിശ്വാസം ടി.എൻ. പ്രതാപന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നിസാര ഭൂരിപക്ഷത്തിൽ ടി.എൻ. പ്രതാപൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അപരൻ A. പ്രതാപന് ലഭിച്ചത് 184 വോട്ടുകളാണ്. രവീന്ദ്രനാഥിന്റെ അപരൻ K. രവീന്ദ്രനാഥ് 234 വോട്ടുകൾ നേടി. നോട്ടയ്ക്ക് 676 വോട്ടും കിട്ടി. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചിറയത്ത് 330 വോട്ടുകളും നേടി. SDPI സ്ഥാനാർത്ഥി ജിലീഫിന് 1031 വോട്ട് ലഭിച്ചു. അതേസമയം പോസ്റ്റൽ വോട്ടിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റീകൗണ്ടിംഗിന് ആവശ്യപ്പെട്ട് പ്രതാപൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. തോൽവി അംഗീകരിക്കില്ല എന്നും തന്റെ ഭാഗം കേൾക്കണമെന്നുമാണ് പ്രതാപന്റെ ആവശ്യം. 10 വർഷമായി ഇടതുപക്ഷം അടക്കി വാണിരുന്ന മണ്ഡലമായിരുന്നു മണലൂർ. തൃശൂർ ജില്ലയിലെ തൃശൂർ താലൂക്കിലെ അരിമ്പൂർ, മണലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തലപ്പിള്ളി താലൂക്കിലെ ചൂണ്ടൽ, കണ്ടാണശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചാവക്കാട് താലൂക്കിലെ എളവള്ളി, മുല്ലശ്ശേരി, വാടാനപ്പള്ളി, പാവറട്ടി, ഗുരുവായൂർ നഗരസഭയിലെ പഴയ തൈക്കാട് ഗ്രാമപഞ്ചായത്ത്, വെങ്കിടങ്ങ് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭ മണ്ഡലമാണ് മണലൂർ നിയമസഭാ മണ്ഡലം. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2000ന്റെ തുടക്കത്തിലും P.A. മാധവൻ, V.M. സുധീരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിരുന്നു. എന്നാൽ മുരളി പെരുന്നെല്ലിയുടെ നേതൃത്വത്തിൽ CPM കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ഇവിടെ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു. 2021ലെ തെരഞ്ഞെടുപ്പിൽ മുരളി പെരുന്നെല്ലി 78,337 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. UDFന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിലെ വിജയ് ഹരി 48,461 വോട്ടുകളാണ് അന്ന് നേടിയത്. എന്തായാലും കേസ് കോടതി കേൾക്കുമ്പോൾ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതാപനും കോൺഗ്രസും. പ്രതാപന്റെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. 4 വോട്ട് ഉണ്ട്. കൗണ്ട് ചെയ്യുന്ന ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാരാണ് അതിന് ഉത്തരവാദികൾ, അല്ലാതെ വോട്ടറല്ല. വോട്ടറെ യാതൊരു തരത്തിലുള്ള ഇൻഡിക്കേഷനും അതിനകത്ത് അസാധുവാക്കാനോ മാറ്റിവെക്കാനോ ഇല്ല. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ സമ്മതിച്ചില്ല, അത് മാറ്റിവെച്ചു. 184 വോട്ടുണ്ട്. 126 വോട്ടിനാണ് മണലൂരിൽ LDF ജയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കേസ് അന്യായം കൊടുക്കും. മണലൂരിൽ 100% UDF ജയിക്കും, 100 അല്ല 101% UDF ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ട് വേണ്ട എന്ന് ഞാൻ പരസ്യമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കേണ്ടി വന്നാലും ആ നയങ്ങളിലും ആ നിലപാടിലും മാറ്റമില്ല. RSSന്റെ വോട്ട് വേണ്ട, പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണ്ട, SDPIയുടെ വോട്ട് വേണ്ട. അത് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയത്. അതുകൊണ്ട് RSSും പോപ്പുലർ ഫ്രണ്ടും SDPIയും പരസ്യമായി അവസാന ഘട്ടത്തിൽ LDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. RSSന്റെ പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ തവണ ഉണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 2024 മണലൂരിലെ വോട്ട്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മണലൂരിലെ വോട്ട്, ആ വോട്ടുകൾ BJPയുടെ നോക്കിയാൽ മനസ്സിലാകും.